കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി കഴിഞ്ഞ ആഴ്ച ചില സത്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും മത്തായി സുവിശേഷത്തിൽ നിന്നും ഉള്ള ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ആ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി പഠിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 3-21 വാക്യം നമ്മൾ വായിച്ചപ്പോൾ ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ആ പ്രാർത്ഥനയില് വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് താൻ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അതിനുശേഷം താൻ പരസ്യ ശുശ്രൂഷയില് ഒരു ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അവനോ കർത്താവ് യേശുവോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ വിത്ഡ്രൂ ഹിംസെൽഫ്. സമയം കണ്ടെത്തി ഏകാന്തതയിൽ പോയി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. വേറൊരു ഭാഗത്ത് ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അതിനുശേഷമാണ് താൻ 12 അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരുടെ മധ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവനും ആ മലയില് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നവനായ യേശു. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഏകാന്തതയില് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നു. അത് നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും പിതാവുമായിട്ടുള്ള അഭേദ്യ ബന്ധം, ഹോളി കമ്മ്യൂണിയനിലേക്ക് നമുക്ക് ആകണമെങ്കിൽ ഈ ഏകാഗ്രതയില് നാമം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മറ്റു ചില വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-28 വാക്യത്തില് മറുരൂപമലയുടെ അവസ്ഥയിൽ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് താൻ മലയിൽ കയറിപ്പോയി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ആയതുപോലെ വേറൊരു ഭാഗത്ത് പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സമയത്ത് തന്റെ അവസാനത്തെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ്. അവിടെ പതിവ് പോലെ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ സംഭവമല്ല. താൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരുന്ന് തുടർമാനം അളവിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് അത് നമ്മളെ കാണിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം, പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപദേശം, ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഈ ഭാഗങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപികളായി തീർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് വളരെ പ്രയാസമാണ്. അത് ഞാൻ അനേക സമയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അനേക ചോദ്യങ്ങൾ അത് കേൾക്കുന്നവരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? കാരണം ലോക ജീവിതത്തില് നമ്മൾ വെച്ചിരിക്കുന്നതായിട്ടുള്ള മൂല്യങ്ങൾ, വാല്യൂ സിസ്റ്റം, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആത്മീക മൂല്യങ്ങളാണ്, വാല്യൂ സിസ്റ്റമാണ് നാം അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നതും ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ വാല്യൂ സിസ്റ്റം, അതും കർത്താവ് നമ്മളെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ നമ്മൾ തുലനം ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ പ്രയാസമാണ് നമുക്കത് ഉൾക്കൊള്ളുവാൻ. കർത്താവിന്റെ ഉപദേശം ഉൾക്കൊള്ളുവാനായിട്ട് വളരെ പ്രയാസമാണ്. അതിന്റെ കാരണം നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ ആ അളവില് ഇതുവരെയും ആയിത്തീരാത്തത് കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തില് പിതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 2-3 തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഒരു ജീവിതം ആരംഭിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ദൈനംദിന ജീവിതത്തില് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള മാതൃകയും കർത്താവിന്റെ ഉപദേശങ്ങളിലേക്ക്, ആ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനും ആ അളവില് ഈ ദിവ്യ സ്വഭാവങ്ങള് നമ്മളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി തീരുവാൻ തക്കവണ്ണം ആ അളവിലേക്ക് നമ്മൾ വളർന്നു വരിക എന്നുള്ളതാണ്
പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തില് ഒരു ഭാഗത്ത് പറയുന്നത്, ആകയാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീന്. ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീർന്നെങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ ഈ ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൾക്കൊള്ളുക മാത്രമല്ല, ഈ അളവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആ സ്വഭാവത്തിൽ നമ്മൾ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. ഞാനത് പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ സ്പിരിച്വൽ ഡിമെൻഷൻസ്, ആത്മീക മേഖലകൾ എന്നുള്ള ഒരു വിഷയം പഠിപ്പിക്കാറുണ്ട്. അത് കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചതായിട്ടുള്ള ഈ പാത നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാർഗത്തിന്റെ ആരംഭത്തിൽ നിന്ന് പിതാവിലേക്കുള്ള ഒരു പാതയാണ്. പിതാവിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു നീണ്ട ജീവിത പാതയാണ്. നമ്മൾ പാപത്തിൽ കിടന്നപ്പോൾ നമ്മുടെ മാനസാന്തരത്തിന് മുൻപുള്ള അനുഭവത്തിൽ പാപത്തിന്റെ മേഖലയിലായിരുന്നു നമ്മളായിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോരയാല്, പരിശുദ്ധനായ പിതാവിന്റെ മഹൽ സ്നേഹത്താല് കർത്താവിനെ നമ്മൾ കണ്ടപ്പോൾ ആ മേഖലയിൽ നിന്ന്, പാപത്തിന്റെ ആ മേഖലയിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ പ്രാരംഭമായിട്ടുള്ള മേഖല, മാനസാന്തരത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ നിന്ന് നമ്മൾ ഒരു യാത്ര തുടരുവാനായിട്ടുണ്ട്. ആ യാത്രയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. വചനഭാഗങ്ങൾ ഓർപ്പിച്ച്, കുഞ്ഞ് ഇതാണ് ശരി, ഇത് തെറ്റാണ്, ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആത്മാവിന്റെ ആലോചന. അപ്പോൾ ചോദിക്കാം, ആത്മാവ് എങ്ങനെയാണ് നമുക്ക് ആലോചന നൽകുന്നത്? ഫിസിക്കൽ സെൻസസിലൂടെ അല്ല നമ്മൾ കർത്താവിനെ കാണുന്നതും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നതും. നമ്മുടെ ഉള്ളിൽ അകത്തെ മനുഷ്യനുള്ള ഇന്ദ്രിയങ്ങള്, അകത്തെ മനുഷ്യന് കണ്ണുണ്ട്, അകത്തെ മനുഷ്യന് ചെവിയുണ്ട്. ആ ഇന്ദ്രിയങ്ങള് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവ ശബ്ദം അല്ലെങ്കിൽ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് ഒരൊറ്റ മാധ്യമമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. വചനത്തിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല എങ്കിൽ, ആ വചനം നമുക്ക് ആത്മാവിൽ പ്രകാശനം നൽകുന്നില്ല എങ്കിൽ, അകത്തെ മനുഷ്യനിൽ ദൈവിക ആലോചനകൾ നൽകുന്നില്ല എങ്കിൽ, ഈ പാതയിൽ ദൈവാനുസരണത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കാം, മാനസാന്തരത്തിന്റെ അനുഭവം, സ്നാനം ഇതൊക്കെ നടന്നിരിക്കാം. എന്നാൽ ഈ ജീവിത പാതയിൽ അനുദിനം നമ്മൾ ആത്മീകമായിട്ട് വളർന്ന് ദൈവിക ആലോചനകള് ആത്മാവിൽ ഗ്രഹിച്ച് നമ്മുടെ അകത്തെ കണ്ണുകൾ പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ വഴി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായിട്ടുള്ള ആ ചുവടുവയ്പ്പുകൾ മുഖേനയാണ് ഈ പാതയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത അനുഭവങ്ങളിലേക്കും ജീവിത സ്വഭാവങ്ങളിലേക്കും നമ്മൾ പടിപടിയായിട്ട് എത്തിച്ചേരുന്നത്. അപ്രകാരം ഒരു കോൺഷ്യസ് ലെവലിലുള്ള ഒരു അനുഭവം നമുക്കില്ല എങ്കിൽ നമ്മൾ വേറെ ഏതോ മേഖലയിൽ കിടക്കുകയാണ്. ആ മേഖലയിൽ നിന്നുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ വചനത്തിന്റെ സത്യങ്ങള് അത് നമുക്ക് ലഭിക്കുകയില്ല. കാരണം തീരുമാനങ്ങൾ എടുത്തു എങ്കിൽ തന്നെയും പ്രാകൃതമായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വചനം നമുക്ക് ആത്മാവിൽ പ്രകാശനം ആകുകയില്ല. ആയതുകൊണ്ടാണ് ഒരു വലിയ കൂട്ടം ജീവിതങ്ങൾക്ക് വചനത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്തത്. കാരണം ദേ ആർ നോട്ട് ഇൻ ദാറ്റ് ഡിമെൻഷൻ where they have to be. അവര് ആത്മാവില് വചനം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയിൽ എത്താത്തത് കൊണ്ടാണ് വചനത്തിൽ താല്പര്യമില്ലാത്തത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ, അത് മനസ്സിലാക്കി അതുപോലെ ജീവിക്കണമെങ്കിൽ, അതാണ് ഏറ്റവും പ്രധാനം. എന്റെ ഈ കൽപ്പനകളെ കേട്ട് പ്രമാണിക്കുന്നവനെന്നാണ്. പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുക. ആ ജീവിക്കുന്ന അനുഭവങ്ങളിൽ നമുക്ക് വരണമെങ്കിൽ ആത്മീകമായിട്ടുള്ള ആ മേഖലയിൽ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അത് പടിപടിയായിട്ടുള്ള വളർച്ചയാണ്, ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. എന്നാൽ ദിനംതോറും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള ജീവന്റെ വചനം ആത്മാവിൽ നമുക്ക് പ്രകാശനം നൽകി നമ്മളെ ആ വചനം കരം പിടിച്ച് മുൻപോട്ട് വഴി നടത്തുമ്പോൾ ഈ മേഖലകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഈ മേഖലയുടെ അൾട്ടിമേറ്റ്, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അൾട്ടിമേറ്റ് പോയിന്റ് എവിടെയാണ്? അപ്പോസ്തലനായ പൗലോസ്
തന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ്, ആ സെൽഫ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളായി. മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിക്കുമ്പോഴാണ് വാസ്തവമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. വേറൊരു ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. അത് യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം എന്നാണ് കൊരിന്ത ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിജ്ഞാനം. വേറൊരു ഭാഗത്ത് കൊലോസ്യ ലേഖനത്തില് പരിശുദ്ധനായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും, ദ ഹോൾ ആട്രിബ്യൂട്ട്സ്, ആ സർവസമ്പൂർണതയും കർത്താവായ യേശുക്രിസ്തു ദേഹരൂപമായിട്ട് വസിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് ഈ വചനഭാഗങ്ങൾ നമുക്ക് ജീവനാകുന്നതും ഈ വചനഭാഗങ്ങളിലൂടെ ഈ അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആയതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനൊന്നും ജീവിക്കുവാൻ ഒക്കുകയില്ല എന്ന് എഴുതി തള്ളരുത്. ഇത് നമുക്ക് വിശ്വസിക്കണം. റോമാലേഖനത്തിൽ അപ്പോസ്തലന്റെ വചനത്തെ പറ്റി പറയുമ്പോൾ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും, ആര് വിശ്വസിക്കുന്നു അവനാണ് അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നത്. എന്റെ നീതിമാന് വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ വചനത്തിലുള്ള വിശ്വാസത്താൽ, കാരണം വചനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത് കൊണ്ട് വചനത്തിലുള്ള വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വചനം നമ്മോട് ഇത് അനുശാസിക്കുമ്പോൾ അത് വളരെ കഠിനമായിട്ട് നമുക്ക് തോന്നും, കഠിന ഉപദേശമായിട്ട് തോന്നും. കാരണം നമ്മളിപ്പോഴും ജഡത്തിന്റെ അവസ്ഥയിൽ, ജഡീക സ്വഭാവങ്ങള്, ആ ജഡീക ഡിമെൻഷൻ മേഖലയിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ആ മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് ഈ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവിനോട് പ്രാർത്ഥിക്കണം, പിതാവ് ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ മേഖലയിൽ ആയിട്ടില്ല, ഇത് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള മേഖലയിൽ ഞാൻ എത്തിയിട്ടില്ല, എന്നെ ആ മേഖലയിലേക്ക് കരം പിടിച്ച് വഴി നടത്തണം. അങ്ങനെ നമ്മൾ ആ വചനം കാണാതെ, തോമസിനോട് പറയുമ്പോൾ നീ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാര്. അപ്പോൾ നമ്മൾ അനുഭവത്തിൽ എത്തിയിട്ടില്ല എങ്കിലും, അത് നമുക്ക് കഠിന ഉപദേശമായിട്ട് തോന്നുന്നുവെങ്കിലും നമ്മൾ അതിലങ്ങ് വിശ്വസിക്കണം. കാരണം ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവം നമ്മെ അറിയിക്കുന്ന ശബ്ദമാണ്. നമ്മെ ഈ അളവിലേക്ക് വളർത്തിയെടുക്കുവാൻ ഞാൻ ശക്തനാണ് എന്നുള്ള ആ ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം വചനത്തിലൂടെ നമ്മൾ കേൾക്കണം. അപ്പോൾ ഏത് വചന ഭാഗമായിരുന്നാലും അത് നമുക്ക് കഠിനമായിട്ട് തോന്നുമ്പോൾ അത് അവിശ്വസിക്കാതെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവ് ഈ അളവിലേക്ക് തന്നെ വളർത്തിയെടുക്കണമേ എന്ന് നമ്മൾ യാചിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധനായ പിതാവ് പടിപടിയായിട്ട് നമ്മളെ ആ അനുഭവത്തിലേക്ക്, അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ. അപ്പോൾ ഇത് ഈ അടിസ്ഥാനത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ഉപദേശങ്ങൾ, അത് നമ്മോടുള്ള ഉപദേശങ്ങളാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. താൻ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യമാണ് ആദ്യമായിട്ടുള്ള വാക്യം, അല്ലെങ്കിൽ തന്റെ ഉപദേശം പ്രാർത്ഥനയെ പറ്റി. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 43-ഉം 44-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീന്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീന്. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഉപദേശം ഈ 5-ാമത്തെ അധ്യായം ഈ 44-ാമത്തെ വാക്യമാണ്. അവിടെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മാനുഷിക അവസ്ഥയിൽ നമുക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമാണ്. നമ്മുടെ കയ്യിൽ വചനമുണ്ട്, വചനം വായിക്കുന്നവരുണ്ട്, എന്നാൽ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് കൺവീനിയന്റ് ആയിട്ട് നമ്മൾ വായിച്ചങ്ങ് വിടുകയുള്ളൂ. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന മർമ്മങ്ങള്, തത്വങ്ങള്, പ്രിൻസിപ്പിൾസ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ്. ഞാൻ സാമ്പിളായിട്ട് പലരോടും ചോദിക്കും, പെന്തിക്കോസ്തുകാരായിട്ടുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ ഞാൻ പ്രകാരം ചോദിക്കും, നിങ്ങൾ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ചർച്ചകളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും എനിക്ക് ലഭിക്കുന്ന മറുപടി അവർ വായിച്ചിട്ടില്ല, അവരുടെ ചർച്ചകൾ അത് പഠിപ്പിച്ചിട്ടുമില്ല. ലേവ്യ പുസ്തകത്തെ പറ്റി പിന്നെ ചോദിക്കേണ്ട കാര്യവുമില്ല, കാരണം അത് വായിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ലേവ്യ പുസ്തകം ഒരു ദൈവത്തിന്റെ ദാസൻ വിശേഷിപ്പിച്ച് ദ ബുക്ക് ഓഫ് ഹോളിനെസ് എന്ന, വിശുദ്ധിയുടെ പുസ്തകം എന്നുള്ളതാണ്. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി
അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ചോദ്യങ്ങൾ വരാം. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതൊരു മേഖലയാണ്. ഈ ആത്മീക മേഖലയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആ മേഖലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായിട്ടുള്ള ആ സ്വഭാവം നമ്മളിൽ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ, ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ, കോപം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇഷ്ടമില്ലാത്ത ഒരു രംഗം വരുമ്പോൾ കോപം സ്വാഭാവികമായിട്ട് തന്നെ വരുന്നു. അല്ല നമ്മൾ നേരത്തെ പറയൽ ഞാൻ ചില സമയം കോപിക്കാൻ പോകുകയാണ് എന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടൊന്നും അല്ല നമ്മൾ കോപിക്കുന്നത്. ആ സാഹചര്യം വരുമ്പോൾ ആ സ്വഭാവം അതിന്റെ ഫലം ഉടനെ ഉളവാകുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ സ്വഭാവം, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കുക, അത് പിതാവിന്റെ സ്വഭാവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളെ ദ്വേഷിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ ആയിത്തീരുകയാണ്. അവിടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു സെക്കൻഡ് നേച്ചർ, അല്ലെങ്കിൽ അത് ദൈവം തന്നതായിട്ടുള്ള ഒരു പുതിയ സ്വഭാവം നമ്മളിൽ ആയിത്തീരുകയാണ്. ആ അളവില് ബൈബിളിൽ ഇത് എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്റെ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളൊരു നിലപാടല്ല. അത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉളവാകും. രണ്ട് ഇൻസ്റ്റൻസിൽ, അതായത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും രണ്ട് സ്റ്റെഫാനോസിന്റെ ജീവിതത്തിലും ഈ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 23:34. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇത് തന്നെ ക്രൂശിക്കുന്നതായിട്ടുള്ള ആ മേഖലയിൽ വരുമ്പോൾ, തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇത് ഒരു ഭംഗിവാക്കായിട്ട് താൻ പ്രാർത്ഥിക്കുകയല്ല, തന്റെ ഹൃദയത്തിന്റെ ആ നല്ല ആഗ്രഹം താൻ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള ജീവിതങ്ങളെ നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടിയാണ് അരുമനാഥൻ ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂമിയിൽ വന്ന് കാൽവറിയിൽ പരമയാഗമായത്. നാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും നമ്മുടെ അരുമനാഥന് പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ആ മഹാകരുണയും ആ ഇന്റർസെസറി പ്രയറും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ മാർഗത്തിൽ നിലനിൽക്കുന്നത്. ഈ വചനം കേൾക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത പടികളിലേക്ക് വളരുവാനായിട്ട് കർത്താവ് മുഖാന്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം ഈ ലോകത്തിലുള്ള എല്ലാവരും സത്യത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ഭംഗിവാക്കായിട്ട് പ്രാർത്ഥിക്കുകയല്ല, തന്റെ ഉള്ളിൽ നിന്ന് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് താൻ അപേക്ഷിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യം വായിച്ചാട്ട്. അവനോ മുട്ടുകുത്തി, പ്രാർത്ഥനയുടെ ഒരു പോസ്ചറാണ് മുട്ടുകുത്തി ദൈവസന്നിധി നിൽക്കുക എന്നുള്ളത്. കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു, മോശയുടെ ജീവിതത്തിൽ സാഷ്ടാംഗം വീഴുന്നതായിട്ട് കാണുന്നു. അവനെ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ദൈവരാജ്യത്തിന്റെ ഒരു ആഴമേറിയ സ്വഭാവമാണ് ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് അജ്ഞതയിൽ കിടക്കുന്ന ഒരു കൂട്ടമാണ്. നമ്മൾ പാപത്തിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ കാണുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പബ്ലിക് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പലരും വളരെ അൺഫെയർ ആയിട്ട് നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ അത് കോപത്താൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, പ്രതികരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവമല്ല നമ്മളവിടെ പ്രതിഫലിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് അൺഫെയർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് കുറ്റബോധം ഉണ്ടാകണം, നമ്മളത് കൺവിക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിച്ചിട്ട് എനിക്ക് ആ ദിവ്യ സ്വഭാവം, അവിടുത്തെ സ്വഭാവത്തിന് കൂട്ടാളി ആക്കി തീർക്കണമേ. ഒരു ലോ ലെവലിലുള്ള പ്രാർത്ഥന എപ്പോഴും എനിക്കത് വേണം, എനിക്കിത് വേണം, കർത്താവ് എനിക്ക് അനുഗ്രഹങ്ങൾ, ലോകത്തിലെ അനുഗ്രഹങ്ങൾ, ലോകത്തിലെ 10 പുത്തന് വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ചുറ്റിപ്പറ്റി നിൽക്കുന്നത്.
നമ്മള് ആത്മീകമായിട്ടുള്ള ഏറ്റവും അടിത്തട്ടിൽ കിടക്കുമ്പോഴാണ് ലൗകിക സ്വഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പടിപടിയായിട്ടുള്ള വളർച്ചയിൽ ഈ ലോക സ്നേഹത്തിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തില് തൻ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. ശിഷ്യന്മാരെ പറ്റിയാണ് അത് പ്രാർത്ഥിക്കുന്നത്. ആ ലോക ഇച്ഛകളിൽ നിന്നും മോഹങ്ങളിൽ നിന്ന് ലോക സ്നേഹത്തിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക്, പ്രാർത്ഥനയുടെ ശൈലികൾക്ക്, പ്രാർത്ഥനയുടെ കോണ്ടന്റ്സ്, ഉള്ളടക്കത്തിനൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന് തന്റെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിൽ 2 അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്, ഫിലിപ്പി ലേഖനത്തിൽ പ്രാർത്ഥനയുണ്ട്, കൊലോസ്യ ലേഖനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ആത്മീകമായിട്ടുള്ള മേഖലയിൽ വളരുവാനായിട്ട്, തന്റെ പ്രിയ സഹോദരങ്ങൾ വളരുവാനായിട്ടാണ് താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനും, ജ്ഞാനം ലഭിപ്പാനും, വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിപ്പാനും, ക്രിസ്തുവിൽ അവരുടെ അവകാശം എന്താണെന്നുള്ളത് അവരറിയുവാനും, പരിശുദ്ധനായ ദൈവത്തിന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തിയാല് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അറിയുവാനും, നല്ല ഫലം കായ്ക്കുവാന് ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് തികച്ചും ആത്മീകമാണ്. ആ ആത്മീക മേഖലകളിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ അളവില് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മത്തായി സുവിശേഷം 5:44 വാക്യത്തില് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം ആ വാക്യം തുടരുന്നു: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അധികാരം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിന് മക്കളായിട്ട് നമ്മൾ തീരുന്നത്. അല്ലാതെ 2-3 തീരുമാനത്തിൽ ഞാൻ ദൈവമകനാന്ന് പറഞ്ഞ് നമ്മൾ പോകുകയാണെങ്കിൽ ദൈവമകൻ എന്നുള്ള പേര് കാണും, പക്ഷെങ്കിൽ പ്രവൃത്തിയെല്ലാം പിശാചിന്റെ മോന്റെ പ്രവൃത്തിയായിരിക്കും. അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ അധികാരം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ നമ്മളെ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുസരണയിലും നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദിവ്യമായിട്ടുള്ള സ്വഭാവങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് സ്വർഗസ്ഥനായ പിതാവിന് മക്കളായിട്ട്, പുത്രന്മാരായിട്ട് തീരുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീന്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായിട്ട് തീരേണ്ടതിന് തന്നെ. പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ മേഖലയിൽ എത്തിക്കുവാനായിട്ട് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇതൊരു ആത്മീക മേഖലയാണ്. ഈ അളവിലേക്കൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചരിക്കുന്നവരാണ്. നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആത്മീകമായിട്ടുള്ള നമ്മുടെ പൊസിഷൻ, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനുമോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ആത്മീകമായിട്ടുള്ള നമ്മളുടെ അവസ്ഥ, പൊസിഷൻ. അതിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവർ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ്. അവർ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. അങ്ങനെയുള്ള മേഖലയിൽ നമ്മൾ ദിനംതോറും ജീവിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധനായ ദൈവം അളവിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുവാനായിട്ട് സഹായിക്കട്ടെ.